നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി ഫോർട്ട് കൊച്ചിയിലെ മേഴ്സി സ്റ്റീഫന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. എന്റെ മകൻ 2025 ജൂലൈ 10 സ്റ്റാർ ഹെൽത്തിന്റെ ഒരു പോളിസി മാതാപിതാക്കളായ ഞങ്ങളുടെ പേരിൽ എടുത്തിരുന്നു. എനിക്ക് 59 വയസ്സുണ്ട്. ഭർത്താവിന് 74 വയസ്സും. ഏകദേശം 57,134 രൂപ പോളിസി ഇനത്തിൽ അടച്ചിരുന്നു. എന്നാൽ 2026 ഫെബ്രുവരിയിൽ അവരുടെ ചെന്നൈ ഓഫീസിൽ നിന്നും വേരിഫിക്കേഷനാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും വിശദ വിവരങ്ങൾ ആരായുകയും ചെയ്തു. അതിൽ സർജറി വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് 33 വർഷം മുമ്പ് സർജറി ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഏപ്രിൽ 10 എന്റെ ഫോണിലേക്ക് ഒരു സന്ദേശം വരികയും ചെയ്തു. സന്ദേശം ഇപ്രകാരമായിരുന്നു: എന്നെ പോളിസിയിൽ നിന്നും നീക്കം ചെയ്തതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശമായിരുന്നു അത്. ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് ആദ്യകാല രോഗവിവരത്തെക്കുറിച്ച് സൂചിപ്പിച്ചില്ല എന്ന കാരണമാണ്. ഇത്രയും പൈസ അടച്ചിട്ടും ക്ലെയിം ഒന്നും ഇതുവരെ കിട്ടിയതുമില്ല. ഭർത്താവിന്റെ പോളിസിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ആയതിനാൽ എന്റെ പേരിൽ അടച്ച തുക മുഴുവനായും ലഭിക്കുന്നതിന് നിയമപരമായി എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു എറണാകുളം കൺസ്യൂമർ കംപ്ലയിൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോഹനൻ CB. ശ്രോതാവായ പരാതിക്കാരിയുടെ കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പരാതിക്കാരിയുടെ മകൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് 2025 എടുക്കുകയുണ്ടായി. 2026 ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരിയെ വിളിച്ച് മുൻകാല അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി. പരാതിക്കാരി അതിന് മറുപടിയായി 30 വർഷത്തിന് മുമ്പ് തനിക്ക് ഉണ്ടായ അസുഖത്തെക്കുറിച്ച് എതിർകക്ഷിയായ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചു. മുൻകാല അസുഖങ്ങൾ മറച്ചുവച്ചു എന്ന് കാണിച്ചുകൊണ്ട് തുടർന്ന് കമ്പനി പരാതിക്കാരിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യുകയും അടച്ച തുക തിരിച്ച് നൽകാതിരിക്കുകയും ചെയ്തു. ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. IRDA ഗൈഡ് ലൈൻസ് അനുസരിച്ച് മുൻകാല അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് 36 മാസങ്ങൾക്ക് മുമ്പ് ഒരു അസുഖത്തിന് വേണ്ടി ഒരു അംഗീകൃത ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ നടത്തുകയോ അല്ലെങ്കിൽ അഡ്മിറ്റ് ആവുകയോ ചെയ്തിരിക്കണം. എന്നാൽ പരാതിക്കാരി തനിക്ക് 30 കൊല്ലം മുമ്പുള്ള അസുഖമാണ് എതിർകക്ഷിയായ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയോട് ഫോണിൽ വെളിവാക്കിയിട്ടുള്ളത്. 30 വർഷം മുമ്പ് ഉണ്ടായ അസുഖം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന വിഭാഗത്തിൽ പെടുന്നതല്ല. അതായത് അത് മുൻകാല അസുഖം എന്ന വിഭാഗത്തിൽ പെടുന്നതല്ല. പോളിസി എടുക്കുന്നതിന് മുമ്പ് 3 വർഷം പോളിസി ഏത് ഡേറ്റിലാണോ എടുക്കുന്നത് ആ ഡേറ്റ് മുതൽ മുമ്പ് 3 വർഷത്തിൽ ഉണ്ടായ ഹോസ്പിറ്റലൈസേഷനോ അല്ലെങ്കിൽ അംഗീകൃതമായ കൺസൾട്ടേഷനോ ഒക്കെയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന വിഭാഗത്തിൽ പെടുന്നത്. ആയതുകൊണ്ട് ഈ കാരണം നിരത്തിക്കൊണ്ട്, അതായത് 30 വർഷക്കാലം മുമ്പ് പരാതിക്കാരിക്ക് അസുഖമുണ്ടായി എന്ന കാരണത്താൽ ആ പരാതിക്കാരിയുടെ പോളിസി ക്യാൻസൽ ചെയ്യുന്നത് ഉപഭോക്തൃ വിരുദ്ധമായ ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ പരാതിക്കാരിക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്നതാണ്. അടച്ച തുകയും അതിൻ്റെ പലിശയും മാത്രവുമല്ല മാനസിക വിഷമം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള നഷ്ടപരിഹാരവും പരാതിക്കാരിക്ക് ലഭിക്കുവാൻ സാധ്യത ഉണ്ട്. മാത്രവുമല്ല പരാതിക്കാരിയുടെ പേര് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുവാനും ഉപഭോക്തൃ കോടതിയോട് ആവശ്യപ്പെട്ടാൽ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത പരാതി പുതുവാശ്ശേരിയിലെ സൈന മുസ്തഫയുടേതാണ്. പരാതി നോക്കാം. ഞാൻ എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു സർക്കാർ ആശുപത്രിയുണ്ട്. അവിടെ ലാബും ആംബുലൻസും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. കോവിഡിന് മുൻപ് വരെ അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കിടത്തി ചികിത്സയില്ല. കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ കെട്ടിടവും ഫർണിച്ചറുകളും അവിടെയുണ്ട്. കൂടാതെ 3 ഡോക്ടർമാരുടെ സേവനവും അവിടെ ലഭിക്കുന്നുണ്ട്. വീണ്ടും IP ആരംഭിക്കുന്നതിന് വേണ്ടി വാർഡ് തല ഗ്രാമസഭയിൽ ഞങ്ങൾ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ആശുപത്രി പഞ്ചായത്തിന്റെ കീഴിലാണ് എന്നാണ്. പിന്നീട് അന്വേഷണത്തിലാണ് മനസ്സിലായത് ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് എന്ന്.
സാധാരണക്കാർക്ക് പരാതികൾ പറയാൻ പറ്റിയ സ്ഥലം ഗ്രാമസഭയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രാമസഭയിൽ ഈ പരാതി ഉന്നയിച്ചിരുന്നു. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവിടെയുള്ള ഫർണിച്ചറുകളും മറ്റു വസ്തുക്കളും ഉപയോഗശൂന്യമായി എന്നതാണ്. ഇത്രയും സൗകര്യമുള്ള ആശുപത്രി അടുത്തുള്ളപ്പോൾ ഞങ്ങൾ ആലുവ, കളമശ്ശേരി തുടങ്ങിയ സർക്കാർ ആശുപത്രികളിലാണ് പോകുന്നത്. ആയതിനാൽ ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പഞ്ചായത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കിടത്തി ചികിത്സ അടക്കമുണ്ടായ സൗകര്യങ്ങൾ നിന്നുപോയത് പുനരാരംഭിക്കുന്നതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഈ കത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്. ഒരു പ്രദേശത്ത് സർക്കാർ ആശുപത്രി പ്രവർത്തനരഹിതമായി കിടക്കുകയും കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഗൗരവമുള്ള പൊതുപ്രശ്നമാണ്. പ്രത്യേകിച്ച് 3 ഡോക്ടർമാരും ആംബുലൻസും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ടായിട്ടും ആശുപത്രി പ്രായോഗികമായി ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ അത് പൊതുജനങ്ങളുടെ ആരോഗ്യ അവകാശത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ പരാതിക്കാരി ഇതിനകം ഗ്രാമസഭയിൽ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലായതിനാൽ ഗ്രാമപഞ്ചായത്തിന് നേരിട്ട് നടപടി എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടമായി ചെയ്യേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒരു പരാതി നൽകുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ, അതായത് DMO, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ജില്ലാ കളക്ടർ എന്നിവർക്കും പരാതി സമർപ്പിക്കുക. ആശുപത്രിയിലെ ഫർണിച്ചറുകളും ഉപകരണങ്ങളും നശിച്ചു പോയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെങ്കിൽ അത് പൊതുമുതൽ സംരക്ഷണത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യവുമാണ്. അതിനാൽ വിവരാവകാശ നിയമപ്രകാരം RTI ആക്ട് പ്രകാരം ആശുപത്രി പ്രവർത്തനം നിർത്തിയതിൻ്റെ കാരണം, നിലവിലെ സ്റ്റാഫ് സ്ഥിതി, ലഭ്യമായ ഫണ്ടുകൾ, പുനരാരംഭിക്കാൻ എടുത്ത നടപടികൾ തുടങ്ങിയ വിവരങ്ങൾ ആവശ്യപ്പെടുക. ഈ RTI അപേക്ഷ ചെല്ലുന്നത് മുതൽക്ക് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകാതിരിക്കില്ല. ഇതൊന്നും ഫലപ്രദമാകുന്നില്ലെങ്കിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി രൂപത്തിൽ, അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട്. ആരോഗ്യ സേവനം ജനങ്ങളുടെ അടിസ്ഥാന അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ മാത്രം ശ്രമിക്കുന്നതിന് പകരം പ്രാദേശികവാസികളായ ആളുകളെ കൂട്ടായ ഇടപെടലും പരാതികളും നിയമപരമായ പിന്തുടർച്ചയുമുണ്ടെങ്കിൽ ഈ ആശുപത്രി വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ പരാതി പിറവത്ത് നിന്ന് വിമല നാണപ്പൻ്റേതാണ് പരാതി. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം നഗരസഭ 16ാം ഡിവിഷനിലാണ് താമസിക്കുന്നത്. ഇപ്പോഴാണ് ഇത് 16ാം ഡിവിഷനായത്. മുൻപ് 15ാം ഡിവിഷനായിരുന്നു. നിർധന കുടുംബത്തിലെ പ്രമേഹ രോഗിയായ തൊഴിൽ രഹിതയായ വീട്ടമ്മയാണ് ഞാൻ. 2025 ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. അതിൻ പ്രകാരം അപേക്ഷ പരിഗണിക്കുകയും ഗ്രാമസഭാ യോഗം കൂടിയപ്പോൾ കൗൺസിലർ പൊതുജന മധ്യേ ലിസ്റ്റിൽ പേരുണ്ട് എന്ന് പറയുകയും ചെയ്തതാണ്. 2026 പുതിയ ഭരണസമിതി വന്നപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയുണ്ടായി. എന്നാൽ ലിസ്റ്റിൽ പേരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സ്വന്തമായി വീടും സ്ഥലവുമില്ല. ഭർത്താവിന് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണി കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. ഒരു മകളുണ്ട്. ആയതിനാൽ ഞങ്ങൾക്ക് സ്ഥലവും വീടും ലഭിക്കുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത്? സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടും നാളിതുവരെ തീരുമാനമായില്ല എന്നാണ് കത്തിൽ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം നിയമവേദി പിറവം നഗരസഭയിലെ 16ാം ഡിവിഷൻ കൗൺസിലറോടും നഗരസഭയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും അന്വേഷിച്ചു. നിലവിൽ പരാതിക്കാരി ഭൂരഹിത ഭവനരഹിത വിഭാഗത്തിലാണ് വരുന്നത്. ഭൂരഹിത ഭവനരഹിത പട്ടികയിൽ ഉള്ളവർക്ക് ഭൂമി കണ്ടെത്തേണ്ടത് പഞ്ചായത്താണ്. എല്ലാവർക്കും ഭൂമി കണ്ടെത്തുന്നതിനുള്ള അത്രയും ഫണ്ട് നിലവിൽ പഞ്ചായത്തിനില്ല. എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു ഭൂമി കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. നിലവിൽ ഒന്നും ശരിയായിട്ടില്ല. പരാതിക്കാരി സ്വന്തമായി ഭൂമി വാങ്ങിയാൽ വീടിനുള്ള ധനസഹായം നൽകാൻ പഞ്ചായത്തിന് കഴിയും. അതിനുള്ള അപേക്ഷ സമർപ്പിച്ചാൽ മതി എന്നാണ് നിയമവേദിക്ക് ലഭിച്ച മറുപടി. ഇക്കാര്യത്തിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുക. അടുത്ത പരാതി ആലപ്പുഴ ജില്ലയിലെ കരുമാടിയിൽ നിന്നും ജയപ്രശാന്ത് VKയുടേതാണ് പരാതി.
ഞാൻ 2024 പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന ഒരു സെക്യൂരിറ്റി കമ്പനിയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തു വരികയായിരുന്നു. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ എനിക്ക് കുറച്ചു മാസം ലീവിൽ പോകേണ്ടി വന്നു. ആ സമയത്ത് എന്റെ വസ്ത്രങ്ങളും മറ്റ് രേഖകളും അടങ്ങിയ ബാഗ് കളമശ്ശേരിയിലുള്ള കമ്പനിയുടെ അക്കോമ സ്റ്റേഷനിലായിരുന്നു. ഞാൻ പോകുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ കമ്പനിയിൽ റിപ്പോർട്ടും ചെയ്തിരുന്നു. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ കമ്പനിയിൽ എത്തുകയും കുടിശ്ശിക സാലറി വാങ്ങിക്കുകയും ചെയ്തു. എന്നാൽ ബാഗ് തിരികെ കിട്ടിയില്ല. അവിടെയുണ്ടായിരുന്ന മാനേജർ ഈ ബാഗ് തിരികെ തരണമെങ്കിൽ 5000 രൂപ ആവശ്യപ്പെടുകയുണ്ടായി. ഇത് കൊടുക്കാൻ സാധ്യമല്ലാത്തതിനാൽ എനിക്ക് സാധനങ്ങൾ വിട്ടുകിട്ടിയതുമില്ല. ഇക്കാര്യങ്ങൾ കാണിച്ച് ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിലും ലേബർ ഓഫീസർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഈ സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം നിയമവേദി താങ്കൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇപ്രകാരമാണ്. താങ്കൾ താമസിച്ചിരുന്ന സ്ഥലത്തെ സാധനങ്ങൾ മാറ്റുന്നതിന്റെ ഭാഗമായി താങ്കളുടെ ബാഗ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അത് അവിടെ നിന്നും കൊണ്ടുപോകുവാൻ താങ്കളുടെ മകനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. കൂടാതെ താങ്കളോട് തുക ആവശ്യപ്പെട്ടതുമായി ഉള്ള ഒരു കാര്യവും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. താങ്കൾ കത്തിൽ പരാമർശിച്ച വ്യക്തി ഇപ്പോൾ ആ സ്ഥാപനത്തിൽ ജോലിയും ചെയ്യുന്നില്ല. താങ്കളുടെ ബാഗ് നിലവിൽ ആ കമ്പനിയിൽ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. കൂടാതെ ഇക്കാര്യത്തിന് താങ്കൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആയതിനാൽ തുടർ നടപടി എന്നോണം താങ്കൾക്ക് ഇനി ചെയ്യാവുന്നതിനെപ്പറ്റി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ VC രാജേഷ്. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരു വ്യക്തിയുടെ പണമോ ബാഗുകളോ മറ്റു വസ്തുക്കളോ മറ്റൊരാൾക്ക് കൈവശം വെക്കുവാനോ അല്ലെങ്കിൽ അയാളുടെ സമ്മതമില്ലാതെ അത് കൈക്കലാക്കുവാനോ യാതൊരു അധികാരവും ഇല്ലാത്തതാകുന്നു. ഇവിടെ ചോദ്യകർത്താവിന്റെ ബാഗ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് മറ്റൊരാൾ എടുക്കുകയും ആ ബാഗ് തിരിച്ചു തരുന്നതിന് പണം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ പണാപഹരണമായോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വസ്തുവിലേക്കുള്ള കയ്യേറ്റമായോ ഒരുപക്ഷെ അതൊരു മോഷണത്തിന്റെ പരിധിയിലോ വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ഇടയാക്കേണ്ടതുണ്ട്. ഇവിടെ ചോദ്യകർത്താവ് സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലും അതിനെ തുടർന്ന് അതിന്റെ മുതിർന്ന അതോറിറ്റിയായ കമ്മീഷണർക്കും പരാതി കൊടുത്തു എന്നാണ് കാണാൻ കഴിയുന്നത്. ഈ 2 സ്ഥലത്തും പരാതി കൊടുത്തിട്ട് നടപടിയൊന്നും ആകുന്നില്ല എങ്കിൽ ചോദ്യകർത്താവിന് ചെയ്യാൻ കഴിയുന്നത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുകയും പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലും കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ട് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നില്ലെങ്കിൽ കോടതി സ്വമേധയാ ഈ കേസ് എടുത്ത് വിചാരണ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പോലീസിലേക്ക് അന്വേഷണത്തിനായി അയച്ചു കൊടുക്കണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുവാനും അതോടൊപ്പം താൻ 2 സ്ഥലത്തും പരാതി കൊടുത്തിട്ട് നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു അനുബന്ധ സത്യവാങ്മൂലം കൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ സാധാരണഗതിയിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറ്റവാളികൾക്കെതിരെ ഈ കുറ്റത്തിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും മിക്കവാറും അതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് എതിർകക്ഷികൾ വരികയും ചോദ്യകർത്താവിന്റെ ബാഗ് തിരിച്ചു കിട്ടുകയോ അല്ലെങ്കിൽ ബാഗിന്റെ മൂല്യം തിരിച്ചു തരാനോ അവർ നിർബന്ധിതരാകാനാണ് സാധ്യത. ഇനിയൊരു പ്രതികരണമാണ്. എന്താണ് പ്രതികരണം എന്ന് നോക്കാം. അയച്ചിരിക്കുന്നത് നന്ദ്യാട്ടുകുന്നത്ത് നിന്നും P. ഗീതാദേവി. എന്റെ PF സംബന്ധമായ കാര്യങ്ങൾ ശരിയാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമവേദിയിലേക്ക് ഞാൻ കത്തയച്ചിരുന്നു. തുടർന്ന് നിയമവേദി PF ഓഫീസിനെ ബന്ധപ്പെടുകയും എന്റെ PF സംബന്ധമായ കാര്യങ്ങൾ ശരിയാക്കി തരികയും ചെയ്തു. അതിന് നിയമവേദിയോടും PF ഓഫീസിനോടും നന്ദി പറയുന്നു എന്നാണ് ഈ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗീതാദേവിയുടെ PF സംബന്ധമായ പ്രശ്നങ്ങൾ തീർപ്പായി എന്ന് അറിയുന്നതിൽ സന്തോഷം. ഗീതാദേവിയുടെ ഈ നന്ദി ഞങ്ങൾ PF ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വെച്ചിരിക്കണം. പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം. ഒന്നുകൂടി പറയുന്നു, പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെച്ചിരിക്കണം. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS.
അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.